ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലച്ചാണെന്ന്. ഈയും കൊടുക്കും, ഈ ഒറ്റപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി 2 പൂങ്കോയിനെ മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം പോയി അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ഈ ഇടങ്ങറായല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദേ, ഈ ഇങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി മൊയ്തീനിക്ക മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. ഇന്റെ അല്ലാ. മൊയ്തീനിക്ക ഇരുട്ടാണ്, ടോർച്ച് മണി കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മള് പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങ് നോക്കണ്ട, ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ്ക്കാന്നും വിളിക്കും, ജമാലിക്കാന്നും വിളിക്കും, പിന്നെ യൂസുഫേന്നൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാ നോക്കിയിട്ട് വാ. നിങ്ങളിത് തിന്നീന്ന്. ആരാ മജീദ്ക്ക ബസ്സിൽ വന്നു? നിങ്ങളെന്താ മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ഭയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗം സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ലി. മോനിക്ക ശരീരമല്ലോ, കണ്ടാമൃഗത്തിന്റെ ഇടയ്ക്ക് ബുദ്ധി ഇല്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അല്ലാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ? ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. പറയടാ പന്നളെ. അത് ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാട്ടി മരത്തി നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അന്റെ മൊയ്തീൻ ഉറുമി കുടിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന് ഇല്ലേ? എവിടെടാ അവൻ? എടങ്ങാറായില്ലപ്പോ അഞ്ചു ഓരോ. ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീൻ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. ഊരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീൻക്ക, നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. നമ്പുരാനെ, പിന്നെ എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. വീണ് നമുക്ക് ബിജിയാക്കാം. അല്ല, നിങ്ങളുടെ ബിജി കൊണ്ട് ഓം ചെയ്യാൻ പോണെന്ന്. എവിടാ ശൈത്താൻ? എവിടാ കൂലി? ഓനാ ചന്തപ്പരെ കാണുന്നേ. നിങ്ങൾ വരി. ഉച്ചിരുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ. ഊരി. മലപ്പുറം മൊയ്തീനെ വെല്ലുവിളിച്ച മൂരി എഴുതരുത്. ചൊല്ലണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീനെ അറിയില്ല അല്ലേ?
കുഞ്ഞാനെ അച്ഛനും മൊയ്തീൻ വന്നില്ലായിരുന്നെങ്കിൽ നോക്ക് മൊയ്തീനെ ഒന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ലിൽ വെച്ചിട്ടാവും. നീ പോയിട്ട് അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറ്റും. ചെല്ലി വേഗം വെച്ചു. എന്തായത്? ഇവിടുത്തെ ക്രമസമാധാനം ചെയ്യാൻ പറ്റില്ല. ഞാനത് സമ്മതിക്കുന്നു. ഞാൻ എന്ത് പണിയായി കാണിച്ചു? പഞ്ചായത്ത് ഇതാ പൂഴിക്കടകൻ. നിനക്ക് മനസ്സിലാവും. എന്റെ പൂഴിക്കടകിന് ശേഷമാണ് അവന്മാര് ശരിക്കും തോറ്റു തുടങ്ങിയത്. ഒരു പുല്ലല്ല എന്ത് പൂഴിക്കടകൻ, കണ്ണിൽ വന്നില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? ഈ എന്ത് കുണ്ടം ചെയ്തെന്നായി പറയണേ? എടാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല ഇവിടെ. എന്റെ അടിമാലി ഈ വാഴ വന്നത് മൊയ്തീനിക്ക ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരും ഇടികൊണ്ട് ശരീരം സൂക്ഷിച്ചോണം.
എന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുരുത്തോളം വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തിൽ കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തികഞ്ഞു കിട്ടിയവനാണ് ഓൻ. അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ. ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓൻ ആ മൂരി ഹൈഡ്രോസിനെ ഇടതുവശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന പകരം ഒന്നി അമരിയല്ലേ ചെയ്തത്. മജീദേ, ഈ അടവിന് നെന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലും ഇല്ല.